പ്രധാന വാർത്തകൾ. മാസപ്പടി കേസിൽ CMRL-നെതിരെ ഗുരുതര ആരോപണം. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നൽകിയതായി സംശയമെന്ന് SFIO. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം പൂർത്തിയായി. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന നേതാവിന് പണം നൽകിയത് കൈക്കൂലിയാണോ എന്ന് സംശയമെന്നും SFIO. ഒരു സേവനവും നൽകാതെ കമ്പനി പണം കൈപ്പറ്റിയെന്നും മൊഴി. NCP സംസ്ഥാന ഘടകത്തിന്റെ രാജി ആവശ്യം തള്ളി മന്ത്രി AK ശശീന്ദ്രൻ. തോമസ് കെ തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിനൊഴിയണമെന്ന് ചോദ്യം. വിവാദത്തിനിടെ മുഖ്യമന്ത്രിയെ കാണാൻ തോമസ് കെ തോമസിന്റെ ശ്രമം. AK ശശീന്ദ്രനെ പിന്തുണച്ച് LDF കൺവീനർ. നല്ല മന്ത്രിയെന്ന് TP രാമകൃഷ്ണൻ. 24 ബ്രേക്കിംഗ്. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാർ. 50% കുറവ് വരുത്തി. ബജറ്റ് വിഹിതത്തിലെ കുറവ് വകുപ്പുകളെ അറിയിച്ച് ചീഫ് സെക്രട്ടറി. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനെന്ന് വിശദീകരണം. തദ്ദേശ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഉത്തരവും റദ്ദാക്കി ഹൈക്കോടതി. 2015 വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുനർവിഭജനത്തിന് വിലക്ക്. നടപടി 8 നഗരസഭകളിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാർ നൽകിയ ഹർജിയിൽ. 24 ബിഗ് ബ്രേക്കിംഗ്. ADGP MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ച് മന്ത്രിസഭ. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതും DGP റാങ്കിലേക്ക്. സ്ഥാനക്കയറ്റം മാനദണ്ഡപ്രകാരമെന്ന് മന്ത്രി P രാജീവ്. മുഖ്യമന്ത്രി RSSന് കീഴടങ്ങിയെന്ന് K സുധാകരൻ. കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് PV അൻവർ. മുംബൈയിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് യാത്രാ ബോട്ടിൽ ഇടിച്ച് 13 പേർ മരിച്ചു. പരിക്കേറ്റ് 4 പേരുടെ നില ഗുരുതരം. രക്ഷാദൌത്യം തുടരുന്നു. ദുരന്തത്തിൽപ്പെട്ടത് എലഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ട്. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് മുങ്ങി. വയനാട് കളക്ടർ DR മേഘശ്രീയുടെ പേരിൽ സൈബർ തട്ടിപ്പിന് ശ്രമം. കളക്ടറുടെ ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോയാക്കി വാട്സാപ്പിലൂടെ പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. ജില്ലാ കളക്ടറുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് പണം ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അത്ഭുതപ്പെടുത്തുന്ന നീക്കമെന്ന് ഡിവിഷൻ ബെഞ്ച്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് വിശദീകരണം തേടി. നടപടി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കേസ് പരിഗണിക്കുമ്പോൾ കേന്ദ്ര സഹായത്തിനായി കണക്കുകൾ കൈമാറിയെന്ന് സംസ്ഥാനം. അടിയന്തര ആവശ്യങ്ങൾക്ക് എത്ര രൂപ നൽകാൻ കഴിയുമെന്ന് കേന്ദ്രത്തോട് കോടതി. വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിലുള്ള പ്രതികൾ പിടിയിലായി. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതിനെതിരെ മന്ത്രി V ശിവൻകുട്ടി. സമൂഹത്തെ ആകെ തകർക്കുന്ന വെല്ലുവിളിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാൾ നടത്തുന്നത്. വെല്ലുവിളിയെ നിയമപരമായി നേരിടുമെന്നും V ശിവൻകുട്ടി. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ മന്ത്രി AK ശശീന്ദ്രനെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി. മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ചർച്ചയായത്. ക്രൈസ്തവ സഭകളും കർഷക സംഘടനകളും എതിർപ്പ് ഉന്നയിച്ചതിന് പിന്നാലെ. K ജയകുമാറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. നേട്ടം പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിന്. മികച്ച പുസ്തകം തെരഞ്ഞെടുത്തത് പ്രഭാവർമ്മ അധ്യക്ഷനായ 3-അംഗ ജൂറി. പാലക്കാട് കല്ലടിയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു. CPIM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ. മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണമെന്ന പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി തള്ളി. പെൺമക്കൾ കോടതിയെ സമീപിച്ചത് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആശ ലോറൻസും സുജാത ബോബനും. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടപടിക്കെതിരെ പോരാട്ടം തുടരുമെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ്. ഭയം കൊണ്ടാണ് ബുദ്ധിമുട്ട് നേരിടുന്ന നിർമ്മാതാക്കൾ പ്രതികരിക്കാത്തത്. അടുത്ത പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കുമെന്നും സാന്ദ്ര തോമസ്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രാജ്ഭവൻ മാർച്ച് നടത്തി. അദാനിക്കെതിരായ സാമ്പത്തിക ഓഹരി ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവയിൽ അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. സന്നിധാനത്തെ അതിഥിമുറി പൂട്ടിക്കിടക്കുന്ന സംഭവത്തിൽ വിശദാംശങ്ങൾ നൽകാൻ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം. അതിഥിമുറി പൂട്ടാൻ ആരാണ് അനുമതി നൽകിയതെന്ന് കോടതി. നാളെ സ്പെഷ്യൽ കമ്മീഷണർ പ്രത്യേകം റിപ്പോർട്ട് നൽകണമെന്നും കോടതി. ദിവസവും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. ദർശനം നടത്തിയവരുടെ എണ്ണം ഇന്നലെയും 90,000 കടന്നു. കനത്ത മഴയിലും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ്.
തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ രാഷ്ട്രീയ നീക്കവുമായി ജോസ് വള്ളൂർ. നേതൃത്വത്തിനു മുന്നിൽ രാഷ്ട്രീയ ഫോർമുല വെച്ചു. തന്നെ തിരികെ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എടുക്കണമെന്നും പുനഃസംഘടനാ വേളയിൽ ഒഴിവാക്കാമെന്നും ജോസ് വള്ളൂർ. മാനന്തവാടിയിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടറെ ബലിയാടാക്കിയെന്ന ആരോപണം. മഹേഷിനെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധവുമായി ST പ്രൊമോട്ടേഴ്സ്. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ 15 മുണ്ടമ്മാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. അതിരപ്പിള്ളി ജനതയുടെ കാട്ടാന ഭീതിയുടെ നേർചിത്രം പകർത്തി 24 സംഘം. ഇന്ന് നടന്ന 10ാം ക്ലാസ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി സംശയം. 40-ൽ 32 മാർക്കിന്റെ ചോദ്യങ്ങളും MS സൊല്യൂഷൻസിന്റെ ഇന്നലത്തെ ക്ലാസ്സിലേതെന്ന് സ്കൂൾ അധ്യാപകർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണം നേരിടുന്ന സ്ഥാപനമാണ് MS സൊല്യൂഷൻസ്. മൂന്നാർ ലോക്ക്ഹാർട്ട് ഫാക്ടറി ഭാഗത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി. RRT ആനയെ തുരത്താൻ ശ്രമം തുടങ്ങി. വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് ലഭിച്ചു. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെടുത്ത് ചേർത്ത് INTRV.01 എന്നാണ് ലൊക്കേഷൻ കോഡ്. സംസ്ഥാനത്ത് വീണ്ടും എംപോക്സ് സ്ഥിരീകരിച്ചു. UAE-യിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വയനാട് നൂൽപ്പുഴയിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാർ. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി അളവിനെത്തിയ ഉദ്യോഗസ്ഥരെയാണ് തടഞ്ഞത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ ഓട്ടോ ഡ്രൈവറെ യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. പാമ്പിഴഞ്ഞാപ്പാറ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള നീക്കം ശക്തമായി എതിർക്കുമെന്ന് DMK. സംസ്ഥാനങ്ങളിൽ ഗവർണർ ഭരണം അടിച്ചേൽപ്പിക്കാനാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതെന്ന് DMK നേതാവ് TKS ഇളങ്കോവൻ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ വൈദ്യുതി ബോർഡിലെ 2 കരാർ ജീവനക്കാർ ഷോക്കേറ്റ് മരിച്ചു. കലൈമാമണിയാണ് മരിച്ചത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വൈദ്യുതി പോസ്റ്റിൽ നിന്ന് ഷോക്ക് ഏൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ 24. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് താൽക്കാലിക ജാമ്യം. സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് വിചാരണ കോടതി 7 ദിവസത്തെ ഇടക്കാല ജാമ്യം നൽകിയത്. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. ഇത് തുടരണമെന്നും കൃത്യമായി പിഴ ചുമത്തിയാൽ ലക്ഷങ്ങൾ സർക്കാരിന് ലഭിക്കുമെന്നും കോടതി. തിരുവനന്തപുരത്ത് 9 ടൺ മാലിന്യം ഉണ്ടായിരുന്നെന്ന് തദ്ദേശ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് കോടതിയെ അറിയിച്ചു. ഭീകരവാദ കേസിൽ ബംഗ്ലാദേശ് സ്വദേശി കാഞ്ഞങ്ങാട് വെച്ച് അറസ്റ്റിലായി. MB ഷാബ് ഷെയ്ഖാണ് പിടിയിലായത്. പടന്നക്കാട് ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അസം പോലീസ് പ്രതിയെ പിടികൂടിയത്. കലോത്സവ വേദികളിലെ വിദ്യാർത്ഥികളുടെ പരസ്യ പ്രതിഷേധങ്ങൾക്കെതിരെ മന്ത്രി V ശിവൻകുട്ടി. പരസ്യ പ്രതിഷേധങ്ങൾ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് ചില അധ്യാപകരും ഇതിന് കൂട്ടുനിൽക്കുന്നു. മാനദണ്ഡങ്ങൾ അനുസരിച്ച് പെരുമാറാൻ വിദ്യാർത്ഥികളും അധ്യാപകരും തയ്യാറാവണമെന്നും വിദ്യാഭ്യാസ മന്ത്രി. എറണാകുളത്ത് ബസ് സർവീസ് നിർത്തിയത് ചോദ്യം ചെയ്തതിന് യുവാവിനെ കണ്ടക്ടറും ഡ്രൈവറും ചേർന്ന് മർദ്ദിച്ചു. ഷൊഹൈബ് മുഹമ്മദ്, റോജൻ സേവ്യർ എന്നിവർ അറസ്റ്റിലായി. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ കടുവയിറങ്ങി. പാലപ്പിള്ളി KFRIക്ക് സമീപമാണ് കടുവയിറങ്ങിയത്. കടുവയ്ക്കായി കൂട് സ്ഥാപിക്കണമെന്ന് പ്രദേശവാസികൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കോട്ടയം കിടങ്ങൂർ സ്വദേശിനി ലക്ഷ്മി രാധാകൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. തിരുവനന്തപുരം ചിറയൻകീഴിൽ 4 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഗോഡൌൺ നടത്തിയിരുന്ന വഞ്ചിയൂർ സ്വദേശി ഷിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് കൈതപ്പൊയിലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. 10 പേർക്ക് പരിക്കേറ്റു. കേരള സർവകലാശാല MSc സുവോളജിയിൽ 1ാം റാങ്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ G ഡാലിയയ്ക്ക്. അഞ്ചൽ ഏരൂർ സ്വദേശിനിയാണ്. പ്രമുഖ നാടക നടൻ തോപ്പിൽ കൃഷ്ണപിള്ളയുടെ 36ാം ചരമവാർഷികം ആചരിച്ചു. അനുസ്മരണ ചടങ്ങ് വള്ളികുന്നം അമൃത ജംഗ്ഷനിൽ MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് സുജാതൻ, വിഭു പിരപ്പൻകോട്, KPSC രാജേന്ദ്രൻ, KPSC ലീല, ത്രിദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വിവാഹത്തിന്റെ 50ഉം 25ഉം ജൂബിലി ആഘോഷിച്ച ദമ്പതികൾക്ക് വരാപ്പുഴ അതിരൂപത ഫാമിലി കമ്മീഷന്റെ നേതൃത്വത്തിൽ ജൂബിലി ദമ്പതി സംഗമം നടന്നു. എറണാകുളം പാപ്പാളി ഹാളിൽ നടന്ന സംഗമം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ദമ്പതിമാർ പരസ്പരം കരുതലാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ. അതിരപ്പിള്ളിയിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ മധ്യവയസ്കനെ വെട്ടിക്കൊന്നു.
കൊല്ലപ്പെട്ടത് ആനപ്പന്തം സ്വദേശി സത്യൻ. പ്രതി ചന്ദ്രമണി കസ്റ്റഡിയിൽ. കൊല്ലപ്പെട്ട സത്യന്റെ ഭാര്യയ്ക്കും വെട്ടേറ്റു. ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ടർഫ് നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആലുവ വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ. പ്രതിപക്ഷ നേതാവിനും ആലുവ മുനിസിപ്പൽ ചെയർമാനും നിവേദനം നൽകി. സ്റ്റേഡിയം ടർഫ് ചെയ്യാനുള്ള നഗരസഭാ തീരുമാനം വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ സ്വാഗതം ചെയ്തു. ഫെഫ്ക പബ്ലിസിറ്റി ഡിസൈനേഴ്സ് യൂണിയന്റെ കുടുംബസംഗമം പരസ്യ കലോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ശ്രുതി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഡിസൈനേഴ്സ് യൂണിയന്റെ പുതിയ ലോഗോ പ്രകാശനം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. യൂണിയന്റെ ആർട്ടിസ്റ്റ് കിത്തോ അവാർഡ് പരസ്യകലാകാരൻ സാബു കോളോനിയയ്ക്ക് സമ്മാനിച്ചു. ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് റഹ്മാൻ, സെക്രട്ടറി ജിസൻ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലേഷ്യൻ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആലിസ്റ്റ് മലേഷ്യ അക്കാദമിയും ചേർന്ന് നടത്തുന്ന ഇന്റർനാഷണൽ നെക്സ്റ്റ് ടോപ്പ് മോഡൽ 2024-ൽ തൃശൂർ സ്വദേശിനി വൈദേഹി എസ് പ്രശാന്തിനെ തെരഞ്ഞെടുത്തു. ചൈന, തായ്ലാന്റ്, മംഗോളിയ തുടങ്ങിയ 10ഓളം രാജ്യങ്ങളിൽ നിന്നായി 150-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പക്ഷേത്രം മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് ശ്രീ വീരമണിക്കണ്ണൻ നയിക്കുന്ന ഭക്തിഗാന സുധ. കെന്റ് ഹിന്ദു സമാജവും കെന്റ് അയ്യപ്പക്ഷേത്രവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പരിപാടി വരുന്ന ഡിസംബർ 29-ാം തീയതി ഞായറാഴ്ച കെന്റിലെ ജില്ലിംഗ്ഹാമിലുള്ള ബ്രോംടോൺ വെസ്റ്റ് ബ്രൂക്ക് പ്രൈമറി സ്കൂളിൽ വെച്ച് നടത്തും. നോക്കാം പ്രധാന അറിയിപ്പുകൾ. കോഴിക്കോട് തിരുവമ്പാടി കൂടരഞ്ഞി കൂമ്പാറ തോട്ടുമുക്കൽ റോഡിൽ ഗതാഗത നിയന്ത്രണം. രാവിലെ 8 മണിക്ക് തുടങ്ങിയ നിയന്ത്രണം പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഉണ്ടാകും. അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ എറണാകുളം ചോറ്റാനിക്കര കുരിക്കാട് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. രാവിലെ 7-ന് തുടങ്ങിയ നിയന്ത്രണം വൈകിട്ട് 7 മണി വരെയായിരുന്നു. കോട്ടയം നഗരപരിധിയിൽ 24 മണിക്കൂർ കുടിവെള്ള വിതരണം മുടങ്ങും. തിരുവഞ്ചൂർ പ്ലാന്റിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് നിയന്ത്രണം. നാളെ രാവിലെ 8 വരെയാണ് ജലവിതരണം തടസ്സപ്പെടുക. കോഴിക്കോട് കൊല്ലം നെല്ലിയാടി മേപ്പയൂർ റോഡിൽ ഗതാഗത നിരോധനം. ടാറിംഗ് പ്രവൃത്തി അവസാനിക്കുന്നതുവരെയാണ് നിയന്ത്രണം. കിളിമാനൂർ പട്ടികജാതി വികസന വകുപ്പ്, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ HS വിഭാഗം ഫിസിക്കൽ സയൻസിന് ട്യൂഷൻ അധ്യാപകരെ നിയമിക്കുന്നു. താൽക്കാലിക നിയമനമാണ്. അഭിമുഖം ഈ മാസം 23-ന്. ഇനി ദേശീയ വാർത്തകൾ. ഡൽഹിയിൽ മലിനീകരണം വീണ്ടും രൂക്ഷമായി. വായു ഗുണനിലവാര നിരക്ക് ഗുരുതര വിഭാഗത്തിലാണ്. 400-ന് മുകളിലാണ് വായു ഗുണനിലവാര സൂചിക. വിവാദ പരാമർശം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ താക്കീത് ചെയ്ത് സുപ്രീംകോടതി കൊളീജിയം. പ്രസംഗം വളച്ചൊടിച്ചതാണെന്ന ജഡ്ജിയുടെ വിശദീകരണം കൊളീജിയം തള്ളി. ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധി ചർച്ച ബീജിംഗിൽ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. പരസ്പര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് ചൈന. മണിപ്പൂരിൽ 2 പേർക്ക് വെടിയേറ്റു. ഇംഫാൽ ഈസ്റ്റിലാണ് ആയുധധാരികളായ അക്രമികൾ വെടിയുതിർത്തത്. BJP തമിഴ്നാട് അധ്യക്ഷനായി അണ്ണാമലൈ തുടരും. അണ്ണാമലൈക്ക് ഒരവസരം കൂടി നൽകാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. മണിപ്പൂരിൽ നിന്ന് പൊട്ടാത്ത മോർട്ടാർ ഷെല്ല് കണ്ടെത്തി. മുഖ്യമന്ത്രി N ബിരേൻ സിംഗിന്റെ വസതിയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് മോർട്ടാർ ഷെൽ കണ്ടെത്തിയത്. സുരക്ഷാസേന ജാഗ്രതാ നിർദ്ദേശം നൽകി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനുള്ള നീക്കം ശക്തമായി എതിർക്കുമെന്ന് DMK. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് DMK സംഘടനാ ജനറൽ സെക്രട്ടറി RS ഭാരതി 24-നോട്. ചെന്നൈ തുറമുഖത്തിന് സമീപം കാർ കടലിൽ വീണു. പിന്നിലേക്ക് എടുക്കുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് കടലിൽ വീഴുകയായിരുന്നു. ഡ്രൈവർക്കായി തെരച്ചിൽ തുടരുന്നു. ബംഗളൂരുവിൽ മലയാളി യുവാവിന്റെ വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. മലപ്പുറം സ്വദേശികളുടെ മൊബൈൽ കട കുത്തി തുറന്ന് 10 ലക്ഷം രൂപയുടെ ഫോണുകളും 2 ലക്ഷം രൂപയും കവർന്നു. ഇനി രാജ്യാന്തര വാർത്തകൾ. സുനിത വില്യംസിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര വൈകും. മാർച്ച് അവസാനത്തോടെ സുനിതയ്ക്കും ബുഷ് വിൽമോറിനും തിരികെ എത്താനാകൂ. 6 മാസത്തിലധികമായി ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. പസഫിക് ദ്വീപ് രാഷ്ട്രമായ വനവാതുവിലെ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. തലസ്ഥാനമായ പോർട്ട് വിലയിൽ അനവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ട്. ഗസയിൽ ഇസ്രായേൽ ബോംബ് വർഷം തുടരുന്നു. കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 മരണം. ഇസ്രായേൽ പുതിയ വ്യവസ്ഥകൾ ആവശ്യപ്പെടാതിരുന്നാൽ വെടിനിർത്തൽ സാധ്യമെന്ന് ഹമാസ്.
ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം വലിയ അളവിൽ കൈവശം വെക്കുന്നതിനെ ചോദ്യം ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങൾ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ് UN രക്ഷാസമിതി യോഗത്തിന് മുന്നോടിയായി സംയുക്ത പ്രസ്താവന ഇറക്കിയത്. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ വെടിവെപ്പ്, ഒരാൾ മരിക്കുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിചയക്കാർ തമ്മിലുള്ള തർക്കമാണ് വെടിവെപ്പിന് കാരണമെന്ന് പോലീസ്. ട്രംപിനൊപ്പം അധികാരമേൽക്കാൻ പോകുന്നത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നമായ ക്യാബിനറ്റ്. 13 ശതകോടീശ്വരന്മാരാണ് ക്യാബിനറ്റിലെത്തുന്നത്. പ്രമുഖ സൈനിക ഉദ്യോഗസ്ഥൻ ഇഗോർ കിർലോവിന്റെ മരണത്തിൽ ഞെട്ടി റഷ്യൻ സർക്കാർ. മോസ്കോയിൽ സുരക്ഷ ശക്തമാക്കി. യുക്രൈൻ യുദ്ധം കടുപ്പിക്കാനൊരുങ്ങി ക്രെംലിൻ. സിറിയയിൽ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയതായ റിപ്പോർട്ട്. 1 ലക്ഷത്തിലേറെ പേരെ അസദ് ഭരണകൂടം കൊല ചെയ്ത് കുഴിച്ചു മൂടിയിട്ടുണ്ടാകുമെന്ന് US പ്രോസിക്യൂട്ടർ സ്റ്റീഫൻ റാപ്പ്. ചൈനയിലെ അമേരിക്കൻ നിക്ഷേപങ്ങൾ നിയന്ത്രിക്കാനൊരുങ്ങി US കോൺഗ്രസ്. പ്രത്യേക ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് അടുത്ത ദിവസം നടക്കും. AI അടക്കമുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈനയിലെ US നിക്ഷേപം ട്രഷറി വിലക്കിയിരുന്നു. റഷ്യയിൽ കരിങ്കടൽ തീരത്തെ എണ്ണ ചോർച്ച. ഞായറാഴ്ചത്തെ കാറ്റിൽ അപകടം സംഭവിച്ച 3 കപ്പലുകളിൽ നിന്നാണ് എണ്ണ ചോരുന്നത്. എണ്ണ ചോർച്ചയുടെ വ്യാപ്തി ഇതുവരെ കണക്കാക്കാനായിട്ടില്ല. ബിസിനസ് വാർത്തകളിലേക്ക്. ഇന്ത്യൻ ബാങ്കുകളുടെ കടം എഴുതിത്തള്ളൽ 7 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. 2024 മാത്രം എഴുതിത്തള്ളിയത് 1.62 ലക്ഷം കോടിയുടെ കിട്ടാക്കടം മാത്രം. 2017 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഇന്ത്യക്കുമേൽ നികുതി ചുമത്തുമെന്ന ഭീഷണിയുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ കയറ്റുമതി തീരുവയാണ് ഇന്ത്യ ചുമത്തുന്നതെന്ന് ട്രംപ്. ഇന്ത്യ ചുമത്തുന്ന അതേ നിരക്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. ഓട്ടോമൊബൈൽ ഭീമന്മാരായ നിസാനും ഹോണ്ടയും ലയിച്ചേക്കും. വിപണിയിൽ ടൊയോട്ടയുടെ ഭീഷണി മറികടക്കാനാണ് പുതിയ തീരുമാനം. ലയന ചർച്ചകൾ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് ഇരു കമ്പനികളും അറിയിച്ചു. ഭരണപ്രതിസന്ധിക്കിടെ കനേഡിയൻ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു. കോവിഡ് കാലത്തേക്കാൾ മോശം അവസ്ഥയിലാണ് കനേഡിയൻ കറൻസിയുടെ വ്യാപാരം നടക്കുന്നത്. US ഡോളറിനെതിരെ ഈ വർഷം മാത്രം 7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ യോഗം ഇന്ന്. നികുതി നിരക്കിൽ കുറവ് വരുത്തുമെന്ന പ്രതീക്ഷയിൽ സാമ്പത്തിക ലോകം. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപുള്ള ഫെഡറൽ റിസർവിന്റെ അവസാന യോഗമാണ്. രാജ്യത്തെ 21% ജൻധൻ അക്കൗണ്ടുകളും പ്രവർത്തനരഹിതമെന്ന് കേന്ദ്രം. ആകെയുള്ള 541 ദശലക്ഷം അക്കൗണ്ടുകളിൽ 114 ദശലക്ഷം അക്കൗണ്ടുകളും പ്രവർത്തനരഹിതം. ഈ അക്കൗണ്ടുകളിൽ ബാക്കിയുള്ള തുക 1000-ൽ താഴെ മാത്രമാണ്. ഇനി കായിക വാർത്തകൾ. 2024 മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയർക്ക്. ഐതാന ബോൺമാറ്റി മികച്ച വനിതാ താരം. എമിലിയാനോ മാർട്ടിനസ് മികച്ച ഗോൾ കീപ്പറായപ്പോൾ മികച്ച ഗോളിനുള്ള പുഷ്കാസ് പുരസ്കാരം ഗർണാച്ചോയ്ക്ക്. IPL താരലേലത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന കളിക്കാരായിരുന്ന ജോസ് ബട്ട്ലറെയും യുസ്വേന്ദ്ര ചഹലിനെയും അശ്വിനെയും പോലെയുള്ള താരങ്ങളെ ഒഴിവാക്കേണ്ടി വന്നതിൽ വിഷമമെന്ന് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ഉൾപ്പെടെ ഏത് ഫോർമാറ്റിൽ കളിക്കാനും താൻ സജ്ജനാണെന്നും സഞ്ജു. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകൾ. കേരള രാജ്യാന്തര ചലച്ചിത്രമേള 6ാം ദിവസത്തിലേക്ക്. ഗോൾഡൻ ഗ്ലോബിലും കാനിലും തിളങ്ങിയ 7 സിനിമകൾ ഇന്ന് പ്രദർശിപ്പിച്ചു. മലയാളി താരങ്ങളായ കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിലെത്തിച്ച ഓൾ വി ഇമാജിനസ് ലൈറ്റും ഇന്ന് മേളയുടെ ഭാഗമായി. 2025 ഓസ്കർ റേസിൽ നിന്ന് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലാപത ലേഡീസ് പുറത്ത്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു കിരൺ റാവു സംവിധാനം ചെയ്ത ലാപത ലേഡീസ്. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ദി ലോൺ വോൾഫ് ട്രെയിലർ പുറത്ത്. തൃശൂർ സ്വദേശി ഷംലാൽ VS ആണ് ട്രെയിലർ നിർമ്മിച്ചിരിക്കുന്നത്. സംഗീത സംവിധായകൻ മോഹൻ സിത്താരയുടെ വരും കാത്തിരിക്കണം എന്ന മ്യൂസിക് വീഡിയോ പുറത്തിറങ്ങി. BK ഹരിനാരായണന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതവും ദൃശ്യാവിഷ്കാരവും നിർവഹിച്ച മ്യൂസിക് വീഡിയോ സൈന പ്ലേ മ്യൂസിക്കിലൂടെ സംവിധായകൻ വിനയൻ റിലീസ് ചെയ്തു. വൈറൽ ട്രെൻഡ്സ്. മനോഹരമായൊരു പാട്ട് ഗാനം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. കരോൾ ഡാൻസ് കളിച്ച് വൈറലായ ഒരു അമ്മച്ചി വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. അടിപൊളി ഡാൻസുമായി പെൺകുട്ടികൾ വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ദമ്പതികളുടെ വാക്കിംഗ് ചലഞ്ച്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹസീനയും ഭർത്താവ് അബ്ദുൽ സലാമുമാണ് വ്യത്യസ്തമായ ചലഞ്ചിലൂടെ ശ്രദ്ധേയരായത്. 46 കിലോമീറ്ററാണ് ഇരുവരും ഒറ്റയടിക്ക് നടന്നു തീർത്തത്. നോക്കാം ഫാക്ട് ചെക്ക്.
ടെല്ലവീവിലെ ബസ് സ്റ്റോപ്പിലേക്ക് ട്രക്ക് ഇടിച്ചു കയറ്റുന്ന തരത്തിൽ വീഡിയോ പ്രചരിക്കുന്നു. അപകടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. പലസ്തീനിയൻ ഡ്രൈവർ ഇസ്രായേൽ സൈനികർക്ക് നേരെ ട്രക്ക് ഇടിച്ചു കയറ്റുന്ന വീഡിയോയാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാം നാളത്തെ വാർത്തകൾ. തിരുവല്ല പുളിക്കീഴ് ബ്ലോക്കിലെ ചാത്തങ്കരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. തൃശൂർ ഇഞ്ചക്കുണ്ട് ലൂർദ്പുരം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. മൂലമറ്റം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. പാലക്കാട് നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ UPSA LPSA അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. വെള്ളമുണ്ട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ആറുവാൾ പുലിക്കാട് കുഴിപ്പിൽ കവല ട്രാൻസ്ഫോമർ പരിധിയിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. സേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ ജർമ്മനി 2,30,000 ഉയർത്തും. പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. ചൈനീസ് വികസന ലക്ഷ്യങ്ങളെ അഴിമതി തടസ്സപ്പെടുത്തിയേക്കാമെന്ന് പെന്റഗൺ റിപ്പോർട്ട്. 2023 ജൂലൈക്കും ഡിസംബറിനുമിടയിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് 15 ഉദ്യോഗസ്ഥരെ. ജപ്പാൻ സ്പേസ് സ്റ്റാർട്ടപ്പായ സ്പേസ് വണ്ണിന്റെ 2ാമത്തെ വിക്ഷേപണവും പരാജയം. സൺ സിൻക്രണൈസ്ഡ് ഭ്രമണപഥത്തിലേക്കുള്ള വിക്ഷേപണമാണ് മിനിറ്റുകൾക്കുള്ളിൽ സാങ്കേതിക കാരണങ്ങളാൽ പരാജയപ്പെട്ടത്. തായ്വാൻ സ്പേസ് ഏജൻസിയുടെ 5 ഉപഗ്രഹങ്ങൾ ഉൾപ്പെടെയാണ് വിക്ഷേപിക്കേണ്ടിയിരുന്നത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.